അതെ, ഇറ്റ് ഹാപ്പൻഡ്. അതപ്പോൾ സർപ്രൈസ് എന്താണെന്ന് നോക്കാം. അതായത് ഞങ്ങളുടെ സ്വന്തം ഡാൻസ് സ്കൂൾ. ഭയങ്കര സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് ഞാനീ പറയണേ. അതിൻ്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം അത്രയും ആഗ്രഹിച്ചൊരു സാധനം നമുക്കിങ്ങനെ കയ്യിൽ കിട്ടുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. പക്ഷേ എന്നെക്കാൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച എൻ്റെ അമ്മയാണ്. കാരണം അമ്മ ഞാൻ കൊച്ചായിരുന്ന സമയത്ത് അവിടെ ചെറിയ രീതിയിലൊരു ഡാൻസ് സ്കൂൾ തുടങ്ങിയതാണ്. പക്ഷേ എന്തൊക്കെയോ ബുദ്ധിമുട്ട് കാരണം അത് നിർത്തേണ്ടി വന്നു. ഞാനും വലുതായതിന് ശേഷമാണ് അമ്മ വീണ്ടും ഒരു ഡാൻസ് സ്കൂളിനെ പറ്റി ആലോചിച്ച് തുടങ്ങിയത്. ഞങ്ങളിങ്ങനെ ഡാൻസ് സ്കൂൾ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കുറേ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളതൊന്നും മൈൻഡാക്കിയില്ല. കാരണം അവരല്ലല്ലോ നമ്മുടെ കാര്യം നോക്കണേ, നമ്മളല്ലേ. അപ്പോൾ അതുകൊണ്ട് പറയാനുള്ളവരെന്തായാലും പറയും. അത് നോക്കി നമ്മൾ സമയം കളയാൻ പാടില്ല, അല്ലേ? തലേ ദിവസം തന്നെ ഞങ്ങൾ ഇനോഗ്രേഷൻ്റെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങി. അപ്പോൾ അമ്മേൻ്റെ തിരുവാതിര ടീം വന്നിട്ട് അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. നേരത്തെ വന്നിട്ട് ഒരു ഗണപതിയാണ് കൊടുത്തത്. അത് നമ്മളവിടെ വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെയാണ് ഈ ഫുൾ ഒതുക്കിയത്. ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഇറങ്ങി വീട്ടിൽ നിന്ന്. പിന്നെ അമ്മയ്ക്കൊരു ഐഡിയ തോന്നി ബ്രൗണി ഉണ്ടാക്കാമെന്ന്. ആക്ച്വലി അമ്മ ഒരു ബേക്കറായിരുന്നു, ഇപ്പോൾ ഇല്ല. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങളുടെ ഡാൻസ് സ്കൂളിന് വേണ്ടി ബാക്ക് ബോൺ എന്നൊക്കെ പറയില്ല, അതുപോലെ ഭയങ്കര രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോരോ കാര്യങ്ങൾക്കാണെങ്കിലും കൊച്ചനാണെങ്കിലും എൻ്റെ ചേട്ടന്മാരാണെങ്കിലും അവരാണ് ഞങ്ങളുടെ ഡാൻസ് സ്കൂൾ മൊത്തം ഡെക്കറേറ്റ് എടുത്ത്. എൻ്റെ മാമിയും വല്യമ്മയാണെങ്കിലും ഒക്കെ ഞങ്ങളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്മയും ഞാനും ഒക്കെ വിളക്ക് കൊളുത്തി. അത് കഴിഞ്ഞ് ഞാൻ ചെറുതായിട്ടൊന്ന് ഡാൻസ് ചെയ്തായിരുന്നു അവിടെ. നമ്മുടെ ഡാൻസ് സ്കൂളിൽ നമ്മൾ ആദ്യമായിട്ടൊന്ന് കളിക്കണമെന്നാണല്ലോ, അങ്ങനെ. ഇവരൊക്കെയാണ് എൻ്റെ കോളേജിലെ ഫ്രണ്ട്സ്. അപ്പോൾ ഇവരൊക്കെയാണ് പെരുമഴയത്തൊക്കെ കയറി വന്ന ആൾക്കാരുണ്ട്. ഇവർ 4 പേരും താമസിച്ചാണ് പോയത്. ആൻസി അവധിയാണ് ഏറ്റവും ലാസ്റ്റ് പോയത്. ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ ഡാൻസൊക്കെ കളിച്ചു. ഞങ്ങൾ ചെറിയൊരു അടിച്ചുപൊളി, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ തിരുവാതിര ടീമിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ കറണ്ട് പോയി ഗൈസ്, എന്ത് ചെയ്യാം. ആ സമയത്ത് എന്തോ കറണ്ട് പോയി. പിന്നെ അവർ വിളക്കൊക്കെ വെച്ചാണ് കളിച്ചത്. പക്ഷേ കൊള്ളായിരുന്നു, ഭയങ്കര രസമായിരുന്നു ആ വിളക്കിൻ്റെ പ്രകാശത്തിൽ കളി. അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം കാപ്പി സ്റ്റോറീസ്.